പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞത്. അപ്പൊ ദൈവതുല്യനായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണഭൂതം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാരിലേക്ക് ഈ അന്വേഷണം എത്താത്തത്. ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ നടന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ഇനിയുമുള്ള കൂടുതൽ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയിൽ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ രാഷ്ട്രീയ പിന്തുണയുണ്ട്. അതാണ് പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞത്. അപ്പൊ ദൈവതുല്യനായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കാരണഭൂതം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാരിലേക്ക് ഈ അന്വേഷണം എത്താത്തത്. ആ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഭക്തജനങ്ങൾ, കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള. ഒരു ഭക്തൻ തന്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്കയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വർണം കൊടുക്കുന്നതൊക്കെ. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു, നമുക്കറിയാം. അദ്ദേഹം എന്റെ മണ്ഡലംകാരനാണ്, സുരേഷ് എന്ന് പറയും. അദ്ദേഹം 15 കിലോ സ്വർണമുള്ള പൂജാപാത്രങ്ങളും എല്ലാം കൊടുത്തു. എന്നെ വിളിച്ചു ചോദിക്കുക, സാറേ എന്റെ പൂജാപാത്രം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ, എന്താ സ്ഥിതി? അപ്പൊ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ അത് പോയിട്ടില്ല. പുള്ളി വലിയ സന്തോഷമായി. കാരണം ഇങ്ങനെ സ്വർണം കൊടുത്തിട്ടുള്ള ധാരാളം ആളുകൾ ശബരിമലയിലുണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അപ്പൊ സുരേഷ് പാലാടി പറഞ്ഞ കാര്യം ഞാനിപ്പോ ഓർക്കുകയായിരുന്നു. അദ്ദേഹം വേദനയോടെയാണ് എന്നെ വിളിച്ചത്. സാറേ ഞാൻ 15 കിലോ സ്വർണം കൊടുത്തു, അതിനി ഉണ്ടോ ഇല്ലയോ, അതോ ഇത് അടിച്ചോണ്ട് പോയോ? ഞാൻ പറഞ്ഞു അത് അന്വേഷിച്ചപ്പോ അടിച്ചോണ്ട് പോയിട്ടില്ലെന്നാണ്. അപ്പൊ ഇതിന്റെ കുറ്റം ഗവൺമെന്റാണ് ഏറ്റവും വലിയ കുറ്റവാളി. ആ കുറ്റവാളികൾ ഇന്ന് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. രാഹുലിനെതിരെ ഇനി കൂടുതൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ പറഞ്ഞ കാര്യമല്ലേ. എല്ലാ ദിവസവും ഞാൻ പിന്തുണ ലഭിക്കുന്നുണ്ട്. വീക്ഷണത്തിൽ മുഖപ്രസംഗം ഉൾപ്പെടെ വരുന്നു. അപ്പൊ ഇനിയിപ്പം എന്താണ് കൂടുതൽ നടപടി ഉണ്ടാവുക? പാർട്ടി സംരക്ഷണം അങ്ങനെയാണ്. ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നടപടിയും ചെയ്തില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CLP ന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും?